പരാതി നൽകിയിട്ടുള്ള ശ്രീ ഹംസത്ത് ഇപ്പോൾ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹംസത്ത്, താങ്കളുടെ പരാതിയുടെ പകർപ്പ് അത് എൻ്റെ കയ്യിലുണ്ട്. താങ്കളത് ചുരുങ്ങിയ വാചകങ്ങളുള്ള പരാതിയാണ്. വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സോഴ്സസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദ ബേബി വാസ് ബോൺ അറ്റ് ഹോം ആൻഡ് ഹാഡൻ റിസീവ്ഡ് എനി വാക്സിനേഷൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കൾ ആര് എന്നതൊക്കെ താങ്കൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആദ്യം എനിക്കറിയാനുള്ളത്, താങ്കൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ പരാതിക്കാരനായി ഇവിടെ എത്തുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഇവരെ അറിയാവുന്നതാണോ? നേരത്തെ അറിയാവുന്ന ആളുകളാണോ ഇവരെ? ഞാൻ പറയാം. ഇതിലെ ഒരു ബേസിക്കലി ഒരു ചെറിയ ഇറർ റിപ്പോർട്ടർ പറഞ്ഞതിലുണ്ട്. ഞാൻ സത്യത്തില് ഹെൽത്ത് അതോറിറ്റീസിനല്ല പരാതി കൊടുത്തത്. ഞാൻ കൊടുത്ത പരാതി പിന്നെ പോലീസ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനാ കൊടുത്ത പരാതി. ആ പരാതി ഇവർ ഫോർവേഡ് ചെയ്യും. ഞാൻ ഹെൽത്ത് അതോറിറ്റീസിനെ അവെയർ ചെയ്യുകയാണ് ചെയ്തത്. ബൈ ഫോൺ അവർ അവെയർ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കാരണം ഞാനൊരു സീനിയർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഹെൽത്ത് കൺസേൺസ് ഉണ്ടാവില്ല, ആന്റി സോഷ്യൽ ഹെൽത്ത് കൺസേൺസ് എനിക്ക് പൊതുവെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനത് ക്യാൻസർ പേഷ്യന്റും കൂടി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ലേഡിയും അവരുടെ ഒരു ടീമുണ്ട്, ഈ തിരൂര് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷുഹൈബ് റിയാലു, അയാളുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ, ഇവരൊക്കെ എപ്പോഴും എന്നോട് ഒഫൻസീവായിട്ട് എന്നോട് പെരുമാറാറുണ്ട്. പെരുമാറുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള കമന്റ് അല്ലെങ്കിൽ മറുപടി, കമന്റ് വൈസ് വളരെ ഒഫൻസീവായിട്ടും ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലും അവർ ഇടപെടാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞാൻ ഇവരുടെ ഓരോ കാര്യങ്ങളും ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ DHSനും കളക്ടർക്കും PMO ഓഫീസിൽ വരെ ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തു. പലപ്പോഴായിട്ട് പല ഇൻസിഡൻസിലും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതായത് ഈ ആളുകൾക്കെതിരെ തന്നെ താങ്കൾ ഇതിനു മുൻപ് പരാതിപ്പെട്ടിട്ടുണ്ട്? എസ്പെഷ്യലി ഹിറ അരികളക്കെതിരായിട്ട് തന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഏത് വിഷയത്തിലാണ്? അത് ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസം നമ്മൾ കേരളത്തിന്റെ ഹെൽത്ത് ഒരു ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, ഗൈഡ് ലൈനെ തകർക്കുന്നതും ടോട്ടലി ജനങ്ങളെ പിന്നെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതുമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ ലിമിറ്റ് ചെയ്യണം, ഇവരുടെ പേരിൽ പിന്നെ ആവശ്യമായ നടപടി കൈക്കൊള്ളണം, ഇവരെ നിലക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും പല പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡെത്ത് ഒരു ഇൻസിഡൻസ് സംഭവിക്കും. പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആർക്കാണ് പരാതി കൊടുത്തത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, DMO കൊടുത്തിട്ടുണ്ട്, പിന്നെ DHSന് കൊടുത്തിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പല രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. അതായത് ഇവർ ഈ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വളരെ ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മളുടെ ഈ സംവിധാനത്തിനൊക്കെ ഭീഷണിയാണ്. അത് ഒരു കാരണവശാലും പിന്തുടരാൻ പറ്റുന്നതല്ല എന്ന ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് താങ്കൾ പരാതിപ്പെടുകയായിരുന്നു അല്ലേ? ഇത് സാധാരണക്കാരെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യുകയും അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒരു പക്ഷെ നിർത്തലാക്കി ഇവരെ വലയിൽ പെട്ടുപോകുന്നുള്ള ഭയം, അങ്ങനെ 1-2 മരണം പോലും സംഭവിച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യണം. നമ്മളൊരു ഹെൽത്ത് ഫാബ്രിക്കിന് ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ പരാതികളെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ താങ്കളെ തിരിച്ചാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇപ്പോ ആരോഗ്യവകുപ്പാണെങ്കിൽ അവരുടെ അധികൃതർ ആരെങ്കിലും എന്താണ് വിഷയം എന്നറിയാൻ താങ്കളെ നേരിട്ട് ബന്ധപ്പെടുകയോ എന്താണ് ഇതിൽ സംശയ ദൂരീകരണത്തിന് എന്തെങ്കിലും അവർ ശ്രമിച്ചിരുന്നോ? 1.5 വർഷത്തിനുള്ളിൽ എന്നെ ഒരാൾ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ PMO ഓഫീസിൽ കൊടുത്തൊരു പരാതിയുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതി അവർ DHSന് ഫോർവേഡ് ചെയ്തു. അങ്ങനെ DHSന് എനിക്കൊരു മെയിൽ കിട്ടുകയാണ് ചെയ്തത്. ഇവര് നിലവിലുള്ള ഇവരെ ആക്ടിവിസ്റ്റ് നമ്മൾക്ക്, അതായത് ഈ വീട്ടിലെ പ്രസവം എന്നുള്ള കാര്യം നമുക്ക് പിന്നെ നിയമപരമായിട്ട് നേരിടാൻ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അതുപോലെ ജനറൽ അവയർനെസ് കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ അവിടുത്തെ ഒരു മെയിൽ മാത്രമാണ് എനിക്ക് അയച്ചത്. അല്ല, എന്തുകൊണ്ടാണ് ഇത് ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് താങ്കൾക്ക് അറിയിക്കാമായിരുന്നില്ല? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സംശയം കൂടിയുള്ളത്, ചട്ടിപ്പറമ്പിൽ അസ്മയുടെ മരണം, ആ സമയത്തും താങ്കൾ ഈ വിഷയമൊക്കെ ശ്രദ്ധിച്ചിരുന്നിരിക്കണമല്ലോ. അത് ഏതാനും മാസം മുമ്പ് മാത്രമാണ്. ആ സമയത്ത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഈവൻ ആരോഗ്യമന്ത്രിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഇവർക്കെതിരെ ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മ അല്ലെ ഹീറ, ഇവർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉണ്ട്. DHSന് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഈ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അവിടെ നിന്ന് പോലും ഒരു തരത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ തിരിച്ചുണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ട് ഹാസ് ബീൻ ഫോർവേഡ് ടു സെക്ഷൻ ടു ഡീൽ വിത്ത് തിങ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു മെയിൽ മാത്രമേ ഓട്ടോമാറ്റിക് റീപ്ലൈ മാത്രമാണ് എനിക്ക് കിട്ടാറുള്ളത്. ശരി, പിന്നീട് അതിന്റെ പിറകെ താങ്കൾ പോയിട്ടില്ല? ഞാൻ പലപ്പോഴും റിമൈൻഡർ ആക്കാറുണ്ട്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ടേക്കൻ ദാറ്റ് മച്ച് ഓഫ് സീരിയസ് ലെവൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ഇതിൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആണ് റിപ്പോർട്ടുകൾ, ശ്രീ ഹംസത്ത്. അതെ, ഞാന് പിന്നെ എന്റെ ഒരു തറോ എൻക്വയറിയിൽ എനിക്ക് കിട്ടിയത് പ്രകാരം അവർ കഴിഞ്ഞൊരു മാസമായി കുട്ടിക്ക് അവരെ നൈബേഴ്സിന്റെ നിന്നൊക്കെ അവർ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ ദേ ആർ നോട്ട് റെഡി ടു കം ഇൻ ഫോർവേഡ്. അവർ പറഞ്ഞത് പ്രകാരം ആ കുട്ടി ഒരു മാസത്തോളമായി പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃശ്ചികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. നാച്ചുറൽ ബ്ലീഡിങ്ങും പിന്നെ അങ്ങനെയൊക്കെ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതായിട്ട് പറഞ്ഞു. അപ്പോഴും ഇവർ നിർബന്ധിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. ഇപ്പൊ ഇന്നലെ പോലും അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, അവർ പോലീസിൽ ഹിറായുടെ ഫാദർ വിളിച്ചു കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ പിന്നെ ഓൺ ഇൻവെസ്റ്റിഗേഷൻ അവർ മനസ്സിലായത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് മരിച്ചതിന് ശേഷം ഒരു ഡോക്ടറെ വിളിച്ചൊരു ഡെത്ത് കൺഫർമേഷൻ നടത്തുകയാണ് ചെയ്തത്. അതെ, അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം താങ്കളെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ലില്ല, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരും ബന്ധപ്പെട്ടില്ല. കുറെ മീഡിയ പേഴ്സണൽസ് കുറെ ആളുകൾ വിളിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരെയും ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞാൻ അതിന്റെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായി ബന്ധമുള്ള അവരൊരു ജൂനിയർ ഡോക്ടർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറെ വിളിക്കാൻ വേണ്ടി നമ്പർ തന്നു. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല.